Hey guys, BC Utsലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന സിനിമ ഏതാനും ദിവസങ്ങൾ റിലീസാവാൻ പോവുകയാണ്. സോ ഈ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരുപാട് പ്രോജക്ട്സുകളുണ്ട്. ഇത് മാവൽ ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയൊരു വീഡിയോ അല്ല. മാവൽ ഇതുവരെ മാവലിൻ്റെ എല്ലാ സിനിമയും കണ്ട് സീരീസും കണ്ട് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയൊരു സിനിമയല്ല. മാവൽ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടത് കണ്ടിട്ടില്ല. വല്ലപ്പോഴും കാണും. പക്ഷേ എനിക്ക് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കാണാൻ പോകണം എന്ന് പറയുന്നവർക്ക് അർജൻറ്റായിട്ട് പോയി കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് പട്ടിച്ചന്തയ്ക്ക് പോകുമ്പോൾ പോവേണ്ടി വരും. സോ ഞാൻ മേജറായിട്ടുള്ള ചില സിനിമകൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ ഏകദേശം 50 പ്രോജക്ട്സാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത്. അതായത് എക്സ്മെൻ യൂണിവേഴ്സ്, അതുപോലെ തന്നെ മാവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ആൻഡ് ഇപ്പോൾ മാവലിൻ്റെ സീരീസ്, ഇതെല്ലാം ബേസ് ചെയ്ത് 50 പുറത്തുള്ള പ്രോജക്ട്സ് കണ്ട് തീർത്തിട്ട് വേണം ആക്ച്വലി ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കാണാൻ പോവേണ്ടത്. പക്ഷേ അതിനുള്ള സമയം നമുക്ക് ഈ ഒരു 4 ദിവസത്തിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ അർജൻറ്റായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് പ്രോജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇതിൻ്റെ ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാമെന്നാണ്. പക്ഷേ ഈ പടം ഒരുപാട് സിനിമകളുടെ അവരുടെയൊക്കെ ഒരുപാട് ലൂപ്പ് ഹോൾസും ഈസ്റ്റേഴ്സും അതുപോലെ സർപ്രൈസ് ക്യാമിയോസൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു മുമ്പുള്ള പ്രോജക്ട്സ് കണ്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇല്ല എങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ചില മൂവി ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. സോ നിങ്ങൾ ആദ്യമായിട്ട് കാണേണ്ട സീരീസ് അല്ലെങ്കിൽ സിനിമയാണെന്ന് നോക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് അത് ഡെഡ്പൂളിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമാണ്. ഡെഡ്പൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് 2016 റിലീസായത്. ഡെഡ്പൂളിൻ്റെ സെക്കൻഡ് പാർട്ട് ഡെഡ്പൂൾ 2 നോക്കി 2018 റിലീസായത്. ഈ രണ്ട് സിനിമയെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കാരണം ഈ രണ്ട് സിനിമ കണ്ടാൽ മാത്രമേ ഡെഡ്പൂൾ എങ്ങനെ കഥാപാത്രമാണ്, ആ സിനിമ ഏത് തരത്തിലുള്ള സിനിമയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഡെഡ്പൂൾ സിനിമകൾ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അതൊരു വയലൻസ് കാണും, സർക്കാസം കാണും, കോമഡി കാണും, എല്ലാ സ്റ്റുഡിയോസിനെയും വെച്ച് ചെയ്യുന്ന ഒരു സിനിമാസാണ് ഡെഡ്പൂൾ സിനിമാസ്. സോ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡെഡ്പൂളിൻ്റെ 2 സിനിമയും കണ്ടിട്ട് ഈ സിനിമ കാണാൻ പോകുന്നത് വളരെ നന്നായിട്ടിരിക്കും. ആൻഡ് ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ആ ഒരു മോക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ആൻഡ് എല്ലാവരെയും ഡെഡ്പൂൾ എടുത്ത് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്, അതിൽ ഡൗട്ടും ഇല്ല. തിയേറ്ററിൻ്റെ അകത്ത് അതൊക്കെ ഫണ്ണ് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ പടത്തിൻ്റെ അത് വൂൾവറിൻ, നമ്മളെ ഹ്യൂ ജാക്ക്മാൻ തിരിച്ചു വന്നിട്ടുണ്ട്. സോ അദ്ദേഹം ഈ സിനിമയിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എക്സ്മെൻ, ആ സിനിമയ്ക്കകത്ത് എക്സ്മെൻ ഫ്രാഞ്ചൈസിലെ 10 സിനിമകൾ വന്നിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ 10 സിനിമയും കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഒട്ടും സമയമില്ല, എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കാണേണ്ടത് നോക്കുകയാണെങ്കിൽ എക്സ്മെൻ വൂൾവറിൻ 2009 വന്ന വൂൾവറിൻ്റെ ഒറിജിൻ പറയുന്ന ഒരു സിനിമയാണ് ഇത്. അഫ്കോഴ്സ് ഒന്ന് കണ്ടു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് വൂൾവറിൻ്റെ പവർ, അദ്ദേഹത്തിനുണ്ടായ ട്രാജഡി എല്ലാം പറയുന്ന ഒരു സിനിമയായിരിക്കും. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ദ വൂൾവറിൻ എന്ന സിനിമ 2013 റിലീസായ ഒരു സിനിമയാണ്. ഈ സിനിമ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിരുന്നാൽ മതി. പക്ഷേ സിനിമയ്ക്കകത്ത് ക്ലൈമാക്സ് സീനിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിനെക്കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. സോ ആവശ്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഞാൻ നിർബന്ധിക്കില്ല, വേണമെങ്കിൽ കണ്ടുവെക്കുക. പക്ഷേ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഏറ്റവും മികച്ച ഒരു സിനിമ എന്ന് പറയുന്നത് അത് ലോഗൻ, 2017 ഇറങ്ങിയ ലോഗൻ എന്ന സിനിമയാണ്. തീർച്ചയായിട്ടും മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ സിനിമ കണ്ടിട്ടില്ല ഞാൻ വിചാരിക്കില്ല, കണ്ട് കാണും. ഒരുപാട് കാര്യങ്ങൾ, ആ ഒരു മ്യൂട്ടൻസിന് അവരുടെ ലോകത്ത് എന്ത് സംഭവിച്ചു, ലോഗൻ എന്ത് സംഭവിച്ചു, വൂൾവറിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് കുറച്ച് ട്രാജിക്കായിരിക്കും സിനിമയെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് സ്റ്റോറി, ബെസ്റ്റ് ക്യാരക്ടറൊക്കെ ഉള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുക. ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫിലിം തന്നെയാണ്. ഈ സിനിമയ്ക്കകത്ത് നമ്മളുടെ വൂൾവറിൻ്റെ മകളായിട്ട് വന്ന കഥാപാത്രം ഈ സിനിമയിൽ റിട്ടേൺ ആവുന്നുണ്ട്. നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. സോ ആ റിട്ടേൺ ആവുന്നതുകൊണ്ട് തന്നെ ആ കഥാപാത്രം ആരാണെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ നമുക്ക് മനസ്സിലാവാതിരിക്കും. സോ ഈ സിനിമ കണ്ടിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എക്സ്മെൻ, ഇതിനു മുമ്പ് വന്ന എക്സ്മെൻ മൂവീസിൽ 3 സിനിമകൾ, എക്സ്മെൻ, X2, എക്സ്മെൻ 3 പോലുള്ള 3 സിനിമകളും കണ്ടിട്ട് പോകാൻ കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ നിങ്ങൾ കാണേണ്ട സീരീസ് നോക്കുകയാണെങ്കിൽ ലോക്കിയാണ്. ലോക്കി സീസൺ 1 സീസൺ 2 തീർച്ചയായിട്ടും കണ്ടുപോകുക. കാരണം ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമയ്ക്കകത്ത് TVA വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ്. ആൻഡ് TVA എന്താണെന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ലോക്കി സീസൺ 1 2 പറഞ്ഞിട്ടുണ്ടാകും. ഇതിനകത്ത് ലോക്കിയെക്കുറിച്ച് മെൻഷൻ ചെയ്യാൻ വളരെ ചാൻസസ് കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, സീസൺ 2 ലോക്കി ഒരു ഒരു എറ്റേണൽ ഒരു ട്രീ ആയിട്ട് തന്നെ മാറി, ടൈം ലൈനൊക്കെ ഫ്രീ ഒരു ട്രീ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടാകും. സോ ലോക്കിയെക്കുറിച്ചും പറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ കാണേണ്ട ഇതൊരു മൾട്ടിവേഴ്സ് ബേസ് ചെയ്ത് വരുന്ന ഒരു സിനിമയാണ്. ഇത് മൾട്ടിവേഴ്സിൽ ട്രാവൽ ആകാൻ പോകുന്ന ഒരു സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ നോ വേ ഹോം എന്ന സിനിമ കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ കണ്ടിരിക്കുക. കാരണം അതും മൾട്ടിവേഴ്സ് ബേസ് ചെയ്തൊരു സിനിമ തന്നെയായിരുന്നു, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സിനിമയാണ്. സോ ഈ സിനിമ കാണേണ്ടതെന്ന് വെച്ചാൽ വേണമെങ്കിൽ കണ്ടിരിക്കുക. കാരണം ഇതിനകത്ത് മൾട്ടിവേഴ്സ് ആണെങ്കിൽ പോലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. സോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാവുന്ന
ഒരു സിനിമയാണ് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന സിനിമ. സോ ഇത്രയും പ്രോജക്ട്സ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് കണ്ടിട്ട് ഈ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ, ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ഒരു ചെറിയ ഐഡിയ ഈ സിനിമ കാണാൻ നേരത്ത് കിട്ടും. ആൻഡ് അത് മാത്രമല്ല, ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് പഴയ ക്യാരക്ടേഴ്സ് അപ്പിയർ ആവുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് സത്യമാണെന്ന് അറിയത്തില്ല. ഐ മീൻ ഏകദേശം കൺഫേം ആയ ഒരു കാര്യം തന്നെയാണ്. ബെൻ അഫ്ലെക്ക് അഭിനയിച്ച ഡെയർ ഡെവിൾ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമ അത്ര വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ സിനിമയ്ക്കകത്ത് ഇലക്ട്രേറ്റ് അഭിനയിച്ച ആക്ട്രസ് ഈ സിനിമയ്ക്ക് റിട്ടേൺ ആവുന്നുണ്ട്. ഇലക്ട്രേറ്റിന് റിട്ടേൺ ആവുന്നുണ്ട് ഒരു വാർത്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലേഡ് എന്നൊരു കഥാപാത്രം, എല്ലാവർക്കും ഒരു വാമ്പയർ കഥാപാത്രമാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ. ആ കഥാപാത്രത്തിൽ അഭിനയിച്ച ബ്ലേഡ് എന്ന കഥാപാത്രം ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു ക്യാമിയോ അപ്പിയറൻസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ അപ്പിയർ ആവുമെന്ന് പറയുന്നുണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ, യെസ്, ഇതിന് മുമ്പ് വന്ന ഫാന്റാസ്റ്റിക് ഫോറിൽ നമ്മളുടെ ജോണി എന്ന കഥാപാത്രം, അത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം ഈ ഒരു സിനിമയ്ക്കകത്ത് അപ്പിയർ ആവുമെന്ന് പറയുന്നുണ്ട്. യെസ്, ആ കഥാപാത്രം അപ്പിയർ ആവുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് സമയമുണ്ടെങ്കിൽ ഒരു 50 പ്രോജക്ട്സ് ഉണ്ട്, 4 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെങ്കിൽ വളരെ വളരെ നല്ലതായിരിക്കും. ഇല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ മസ്റ്റായിട്ട് കാണേണ്ട കുറച്ച് സിനിമകളുണ്ട്. അത് കണ്ടിട്ട് തിയേറ്ററിൽ പോയാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു അതുവരെ സൈനിങ് ഓഫ്.